எனக்கு கவலை இல்லப்பா. நீங்க ஒரு ஆர்கானிக் ஸ்டூடெண்ட் ப்ரொடெஸ்ட் பண்ணும்போது நான் ஸ்டூடெண்ட்ஸ்க்காக மட்டும் தான் பேசுவேன். என்னோட ஆர்கானிக் வியூ தான் நான் பேசுவேன். எவனும் சொல்லி நான் இங்க வரல, நானா வந்திருக்கேன். നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെന്നൈയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി. ഇതിനിടയിൽ ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ്. നടി സനം ഷെട്ടിയുടെ പ്രസംഗം തടഞ്ഞ് പ്രതിഷേധക്കാർ മൈക്ക് പിടിച്ചെടുത്ത ശേഷം വേദിയിൽ നിന്ന് നടിയെ ഇറക്കി വിടുകയും ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നായകനായ ജനനായകൻ കണ്ട ശേഷമായിരുന്നു പ്രതിഷേധത്തിനെത്തിയത് എന്ന സനത്തിന്റെ പ്രസ്താവനയാണ് എതിർപ്പിലേക്ക് നയിച്ചത്. തന്നെ ഇറക്കിവിട്ടവർ DMK അടിമകളാണെന്നും സനം ആരോപിച്ചു. ചെന്നൈയിലെ ടി നഗറിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ നടന്ന വിദ്യാർത്ഥി ഐക്യദാർഢ്യ പരിപാടിയിലാണ് സംഭവം. പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വേദിയിലെത്തിയ സനം ഷെട്ടി വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകാനാണ് എത്തിയതെന്നും പ്രതിഷേധവേദിയെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നവരാണ് യഥാർത്ഥ കോമാളികളെന്നും പറഞ്ഞു. തുടർന്ന് താൻ ദളപതി വിജയുടെ കടുത്ത ആരാധികയാണ്. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം ഫസ്റ്റ് ഡേ ഷോ കണ്ടത്. അതിന് പിന്നാലെയാണ് ഇവിടെ എത്തിയത് എന്ന പരാമർശം നടത്തി. ഇതോടെയാണ് വേദിയിലുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഈ പരാമർശം പ്രതിഷേധവുമായി ബന്ധമില്ലാത്തതാണെന്ന് ആരോപിച്ചായിരുന്നു വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കിയത്. പ്രതിഷേധം ശക്തമായപ്പോഴും സംസാരിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും ഇത് ജനാധിപത്യ രാജ്യമാണെന്നും സനം ഷെട്ടി പറഞ്ഞു. വിദ്യാർത്ഥികൾ സ്വതന്ത്രമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് പിന്തുണ നൽകാനാണ് താൻ എത്തിയത്. സംഭവം വഷളായതോടെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വേദിയിലെത്തി പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഒരാൾ സനം ഷെട്ടിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി. സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. തന്നെ ഇറക്കിവിട്ടവർ DMKയുടെ അടിമകളാണെന്നും സനം പ്രതികരിച്ചു. മാത്രമല്ല, ഈ ചിത്രത്തിനെതിരെ, ജനനായകൻ ചിത്രത്തിനെതിരെ നേരത്തെ നടന്ന ചില വിമർശനങ്ങൾക്കെതിരെ നേരത്തെയും പ്രതികരണവുമായി സനം ഷെട്ടി രംഗത്തെത്തിയിരുന്നു. ഡൽഹിയിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമാണ് താനെന്ന് പറഞ്ഞ സനം ആ വിഷയത്തിന്റെ പേരിൽ വിജയ് സിനിമയുടെ റിലീസിനെ വിമർശിക്കുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ റിലീസായതിനെതിരെ വിമർശനം ശക്തമായിരുന്നു. ചിത്രത്തിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തിന് പരോക്ഷ മറുപടിയുമായി നടിയും വിജയുടെ കടുത്ത ആരാധികയുമായ സനം ഷെട്ടി രംഗത്തെത്തിയിരുന്നു. ഡൽഹിയിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമാണ് താൻ, പക്ഷേ അതിൻ്റെ പേരിൽ എന്തിനാണ് വിജയ് സിനിമയുടെ റിലീസിനെ വിമർശിക്കുന്നതെന്ന ചോദ്യമാണ് നടി ഉന്നയിച്ചത്. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പ്രകോപനമില്ലാത്ത ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷ എത്ര മോശമായാണ് കൈകാര്യം ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തിയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി പരിഹാരം കാണേണ്ടത്. പക്ഷേ ഞങ്ങളിൽ പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കണ്ടതിന് തമിഴ്നാട്ടിലെ പൊതുജനങ്ങളെ നാണം കെടുത്തുന്നത് മണ്ടത്തരമാണ്. താൻ എപ്പോഴും ദളപതിയുടെ ഒരു ആരാധികയാണ്. തനിക്കതിൽ അഭിമാനവുമുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം അഭിമാനത്തോടെ കാണുകയാണ്. അതിനർത്ഥം ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധരെന്നല്ല. പക്വത കാണിക്കൂ അവസരവാദികൾ എന്നായിരുന്നു സനം നേരത്തെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത്. പിന്നാലെ ആ വേദിയിലെത്തി ആ ഒരു അഭിപ്രായം തുറന്നു പറയുകയും ചെയ്തു. പിന്നാലെ നടിയെ വേദിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. എന്തായാലും ഡൽഹിയിലെ സമരം ആളിക്കത്തുകയാണ്. സമരത്തെ അനുകൂലിക്കുന്നവർ ഒരു വശത്തുള്ളപ്പോൾ തന്നെ ചില മുതലെടുപ്പുകൾ കൂടി മറുവശത്ത് നടക്കുന്നുണ്ടെന്ന വിമർശനവുമായി രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഈ പ്രതിഷേധമൊന്നും അല്ല ഇപ്പം ഞാൻ കാണുന്നത്, പ്രകടനപരതയാണ് ഇപ്പോൾ കാണുന്നത്, നാടകം. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുടുംബത്തിൻ്റെ നേതാക്കൾ, അവരാണല്ലോ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതിനപ്പുറം ഒന്നുമില്ലല്ലോ, അവർ രണ്ടും കൂടി നടത്തിയ നിരോധിത മേഖലയിലുള്ള ആ ധർണയിൽ, ആ സമരത്തിൽ ഞാൻ കണ്ടത് അവരുടെ ഏറ്റവും ഒരു എന്തോ കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലാണ് അവർ പെരുമാറിയത്. 25 കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രതിഷേധ ജ്വാലയായിട്ട് വിശേഷിപ്പിച്ച ഒരു സമരത്തിൽ വാസ്തവത്തിൽ ഞാൻ കണ്ട അവർ ചിരിക്കുന്നു, ഇങ്ങനെ കൈകൊട്ടി പാടുന്നു, ഇപ്പോഴെന്തോ സംഭവിക്കാൻ പോകുന്നു, മോദിയുടെ ആപ്പീസ് പൂട്ടാൻ പോകുന്നു, അതോടുകൂടി തങ്ങളുടെ കുടുംബം അവിടോട്ട് കയറി ഭരണം നടത്താൻ തുടങ്ങുന്നു എന്നുള്ള മട്ടിലൊരു സന്തോഷം മാത്രമാണ് നമുക്ക് കണ്ടത്. പിന്നെ കാണുന്ന കുറേ പെർവേർട്സുകൾ കാണിച്ചു കൂട്ടുന്ന കൂത്താട്ടങ്ങളാണ്. ഏതോ മയക്കുമരുന്ന് അടിമയാകൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള പെർവേർഷൻസിൻ്റെ, ഒരിക്കലും സഹിക്കാനാകാത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ, സെക്ഷൽ പെർവേർട്സ് നടത്തുന്ന പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞരമ്പ് രോഗികളെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആൾക്കാർ
സ്വന്തം പാൻറ്റിൻ്റെ സിപ്പ് വലിച്ചൂരിയിട്ട് അത് എക്സ്പോസ് ചെയ്യുന്ന എക്സിബിഷനിസ്റ്റുകൾ, അതുപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം അതിൻ്റെ ഒരു ഡെമോകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമായിട്ട് മാറുന്നത്? പബ്ലിക് ഡൊമൈനിലുണ്ടിത്. എന്നിട്ട് മരിക്കാത്ത ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് വ്യാജം പരത്തിക്കൊണ്ട് ആൾക്കാരെ ഇളക്കി മറിക്കുക, രോഷാകുലരാക്കി തീർക്കുക, അങ്ങനെയൊക്കെ ചമച്ചുകൊണ്ട് ഹോങ്കോങ്ങിൽ, ടിയാനൻമെൻ സ്ക്വയറിൽ, നേപ്പാളിൽ, ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിൽ ഒക്കെ നടന്നതുപോലെയുള്ള ഒരു വിപ്ലവം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തെ അട്ടിമറിച്ച് തൽപര കക്ഷികൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നുള്ള ഒരു മനോഭാവമാണ് ഞാൻ കണ്ടത്. ആ തരത്തിൽ അങ്ങനെ സാധിക്കാമെന്ന്. പക്ഷേ ജനങ്ങൾ ഇതിൽ പങ്കെടുത്തില്ല. ഈ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ ശരാശരി വയസ്സെന്ന് പറയുന്നത് 29. അവരുടെ പ്രാതിനിധ്യം വലുതായിട്ടൊന്നും ഇതിൽ കണ്ടില്ല. സെക്ഷൽ പേർവേർട്സുകളുടെ ധാരാളമായിട്ടുള്ള കൂത്തുകളാണ്, വമനേച്ഛ ഉളവാക്കുന്ന, നോസിയേറ്റിംഗ് ആയിട്ടുള്ള, ഛർദ്ദിക്കാൻ തോന്നുന്ന, ഓക്കാനം വരുന്ന തരത്തിലുള്ള പ്രകടനങ്ങളുടെ കൂത്താട്ടമാണ് അവിടെ തെരുവ് ഷോയിൽ കണ്ടത്. അവിടെയാണ് പറഞ്ഞത് പാർലമെൻറ്റിന് പകരം ഇനി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക തെരുവുകളിൽ ആണ്. യോഗേന്ദ്ര യാദവ് അല്ലേ, എന്ന് പറയുന്ന സബോളജിസ്റ്റും തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റയാളുമായിട്ടുള്ള ആളുടെ വായിൽ നിന്ന് വീണ വാക്കുകളാണ്. ഇനി മുതൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക ഇലക്ഷനിലൂടെയല്ല, റെസിസ്റ്റൻസിലൂടെ ആയിരിക്കും, പാർലമെൻറ്റിലൂടെയല്ല, പകരം തെരുവുകളിലൂടെ അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുക. അതിനുശേഷമാണ് നരേന്ദ്രമോദി അതുപോലെ തന്നെ വാങ്ചുക്ക്, രാജ്യത്തോട് ആത്മാർത്ഥതയുള്ള 2 നേതാക്കളുടെ പ്രസ്താവനകൾ നമ്മൾ കേൾക്കുന്നത്. നരേന്ദ്രമോദി ഇപ്പോൾ മൻ കി ബാത്തിൽ ഈ ഞായറാഴ്ചയും വരുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും വരുന്നത്. വളരെ നന്നായിട്ട് വേഷം ധാരണം ചെയ്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല മനോഹരമായ ഷോട്ടുമാണ് വരുന്നത്. ഈ ഷോട്ട് വളരെ പ്രതീകാത്മകമാണ്. അദ്ദേഹം താടി പോലും ശരിക്കും ട്രിം ചെയ്തിട്ടില്ല. വളരെ ക്ലോസപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ വിഷമം വളരെ വ്യക്തമാണ്. ഈ വിഷമമെന്ന് പറയുന്നത്, അയ്യോ എൻ്റെ പ്രധാനമന്ത്രി പദം പോലും എനിക്കിനി വീട്ടിലേക്ക് അഴിമതിയായിട്ട് സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള വിചാരമല്ല. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ഒരു വളരെ കുറ്റമറ്റ രീതിയിൽ നടത്താൻ വേണ്ടി ISRO ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംവിധാനങ്ങൾ വെച്ചിട്ടും കോച്ചിങ് സെൻ്ററുകളുടെ ലാഭമോഹം കൊണ്ടും അതുപോലെ അധ്യാപകരുടെ അഴിമതി കൊണ്ടും അത് അട്ടിമറിക്കപ്പെട്ടല്ലോ എന്നുള്ള വിഷമം, അതുവഴി ഇന്ത്യയിലെ 25 വിദ്യാർത്ഥികൾക്ക് പല സംസ്ഥാനങ്ങളിലായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നുള്ളൂ എന്നുള്ളൊരു വിഷമം. അദ്ദേഹത്തിൻ്റെ മുഖമോ സൗന്ദര്യമോ ഒന്നും നോക്കുന്നില്ല. കാരണം വളരെയധികം പ്രക്ഷുബ്ധമായിട്ടുള്ള, ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനുള്ള തീവ്രമായ ഒരു ശ്രമത്തിൻ്റെ ഒരു മുഖഭാവം, ബോഡി ലാംഗ്വേജാണ് നമ്മൾ കാണുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അനുവാദമില്ലാതെ കടന്നുപോയി അവിടെ പേക്കൂത്ത് കാണിച്ച, പട്ടി ഷോ കാണിച്ച പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ചിരിയും അവിടെ കിടന്ന് കൈകൊട്ടി കിടന്ന് ചിരിക്കുന്നു. എന്തുവാ ഇത് കാണിക്കുന്നത്? DJ ഷോയോ അതോ മഴ റെയിൻ പാർട്ടിയോ? എന്താ ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? അതോ മയക്കുമരുന്നിന് അടിമകളായി പോയവർ?